സ്വച്ഛ് ഭാരത് അഭിയാൻ, ഡിജിറ്റൽ ഇന്ത്യ, സ്കിൽഡ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, ജൻധൻ യോജന, കൽക്കരിപ്പാടങ്ങളുടെ ലേലം, നിർണായകമായ നിയമങ്ങൾ പാർലമെന്റിൽ പാസാക്കാൻ കഴിഞ്ഞത്, വിദേശനയം തുടങ്ങിയവ പരിഗണിച്ചാണ് അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മോദി സർക്കാരിന്റെ ഒരു വർഷത്തെ ഭരണത്തിന് മാർക്കിട്ടത്. കൽക്കരിപ്പാടത്തിന്റെയും സ്പെക്ട്രത്തിന്റെയും ലേലം ഇന്ത്യയിലെ നിക്ഷേപക അന്തരീക്ഷം മെച്ചപ്പെട്ടതിന്റെ തെളിവാണെന്ന് അസോചം പ്രസിഡന്റ് റാണ കപൂർ പറഞ്ഞു. 3 ലക്ഷം കോടി രൂപയാണ് ലേലത്തിലൂടെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ലഭിച്ചത്. ഇതോടൊപ്പം ഇൻഷുറൻസ് ബിൽ പാർലമെന്റിൽ പാസാക്കാനായതും സർക്കാരിന്റെ വിജയമായി കണക്കാക്കുമെന്നും റാണ കപൂർ പറഞ്ഞു. നിർണായകമായ ചരക്ക് സേവന നികുതി ബിൽ ലോക്സഭയിൽ പാസാക്കാനായി. ഇപ്പോൾ രാജ്യസഭയുടെ സെലക്ട് കമ്മിറ്റിയിലാണ് ബില്ല്. മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനാണ് അസോചം കൂടുതൽ ശ്രദ്ധ നൽകിയ മറ്റൊരു പദ്ധതി. അമേരിക്ക, ജപ്പാൻ, ജർമ്മനി, ചൈന തുടങ്ങിയ വൻ രാജ്യങ്ങളെയും അന്താരാഷ്ട്ര കമ്പനികളെയും മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനിൽ പങ്കെടുപ്പിച്ച വിദേശ നയത്തിനും കൂടുതൽ മാർക്ക് ലഭിച്ചു. 100 സ്മാർട്ട് സിറ്റി പദ്ധതിയിലും സ്വച്ഛ് ഭാരത് പദ്ധതിയിലും വിദേശ രാജ്യങ്ങൾ നിക്ഷേപം നടത്തും. അതേസമയം കയറ്റുമതിയിലുണ്ടാകുന്ന ഇടിവിനെ അസോചം വിമർശിച്ചു. തുടർച്ചയായ 4ാം മാസത്തിലും വ്യാപാര ചരക്ക് കയറ്റുമതി താഴ്ചയിലേക്കാണ്. 15% ഇടിവ്. എന്നാൽ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ മുഖ്യ പങ്ക് വഹിച്ചത് അസംസ്കൃത എണ്ണവിലയിലുണ്ടായ ഇടിവാണെന്നും അസോചം പറയുന്നുണ്ട്. ബിസിനസ് ഡെസ്ക് റിപ്പോർട്ടർ.